കൊച്ചിയെ സംബന്ധിച്ചു മാത്രമല്ല കേരളത്തെ സംബന്ധിച്ചും ഒരു അഭിമാന നിമിഷമാണിത്. 2 ലക്ഷം സ്ക്വയർ ഫീറ്ററിലായി 394 കുടുംബങ്ങൾക്ക്, നേരത്തെ ചേരിയിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾക്ക് താമസ സൗകര്യം, മികച്ച താമസ സൗകര്യമൊരുക്കുന്ന ഇരട്ട ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നിവിടെ നിർവഹിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷമായി ഒരു നവകേരളം കെട്ടിപ്പടുക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. നവകേരളം എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് ചോദിക്കുന്നവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ എണ്ണിയാലൊടുങ്ങാത്ത ഉദാഹരണങ്ങൾ ഈ 10 വർഷം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നവകേരളം എന്ന് ചോദിച്ചാൽ എന്താണ് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന ഈ ഇരട്ട ഫ്ലാറ്റ് സമുച്ചയങ്ങൾ. ഇത് കൊച്ചിയിൽ മാത്രം സംഭവിച്ചിട്ടുള്ള ഒരു അത്ഭുതമല്ല. കേരളത്തിലാകെ ലൈഫ് മിഷന്റെ കീഴിൽ ഈ ഗവൺമെന്റിന്റെ കാലത്ത് നിർമ്മിച്ച് പൂർത്തിയാക്കിയ വീടുകളുടെ എണ്ണം 4,64,403 ആണ്. 4,64,403 വീടുകൾ നിർമ്മാണം പൂർത്തിയായി. 1,31,133 വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സർക്കാരിൻ്റെ കാലാവധിക്കുള്ളിൽ 5.25 ലക്ഷം വീടുകൾ കേരളത്തിൽ പൂർത്തിയാവുമെന്ന് നിസ്സംശയം പറയാൻ കഴിയും. ഇന്ത്യയിൽ മറ്റൊരിടത്തും സംഭവിക്കാത്ത കാര്യമാണിത്. ഈ വീടുകൾക്കായി കേരളം ചെലവഴിച്ച തുക 18,573.61 കോടി രൂപയാണ്. ഒരു ചെറിയ സംസ്ഥാനം, കേരളം പോലൊരു ചെറിയ സംസ്ഥാനം 18,573 കോടി രൂപ വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ ഈ സർക്കാരിൻ്റെ മുൻഗണന എന്താണ് എന്ന് വ്യക്തമാവുകയാണ്. ചേരിയിൽ കഴിഞ്ഞിരുന്ന ആളുകൾക്ക് ഇതുപോലെ ആധുനികമായൊരു ജീവിത സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആരെയാണ് ഈ സർക്കാർ ഒന്നാമതായി പരിഗണിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണിത്. ഇതെല്ലാമാണ് കഴിഞ്ഞ 10 വർഷമായി ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നവകേരളം കെട്ടിപ്പടുക്കാൻ നടക്കുന്ന ശ്രമങ്ങളുടെ ആർക്കും കാണാതിരിക്കാൻ കഴിയാത്ത, ആർക്കും കണ്ണടച്ചിരുട്ടാക്കാൻ കഴിയാത്ത അടയാളങ്ങൾ എന്ന് പറയുന്നത്. ദീർഘമായൊരു അധ്യക്ഷ പ്രസംഗം നടത്താൻ ഞാൻ മുതിരുന്നില്ല. ഈ കൊച്ചിയിൽ തന്നെ അസാധ്യമെന്ന് കരുതിയത് സാധ്യമാക്കിയതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനാവും. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയതെല്ലാം കേരളത്തിൽ യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിശ്വസനീയമായിട്ടുള്ള മാറ്റങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. റിയൽ കേരള സ്റ്റോറിയുടെ അനേകം ഉദാഹരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.